അല്ല, അഭിനവ് പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ഓഡിയോ കേൾക്കണില്ല അഭിനവ്. കേൾക്കുന്നില്ല, അതെന്തോ ഒരു എറർ ഉണ്ട്. അഭിനവ് ആ മൈക്ക് ഓഫ് ആണ് നിന്റെ. അല്ല, ആ സാർ. നിന്റെ ആരോന്റെ ആണല്ലോ. മൈക്ക് ഓൺ ആണോ? ആ ഇപ്പൊ ഓണായി. ഇതൊന്നും കേട്ടില്ല, ഇനിയൊക്കെ റിപ്പീറ്റ് ചെയ്യണം. ആ ഓക്കെ. അപ്പം മോർട്ടാർ പറഞ്ഞാല് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. മെറട്ടോറിയം എന്ന വാക്ക് ലാറ്റിൻ വേർഡ് എന്നാണ് മോർട്ടാർ എന്ന പേര് വന്നത്. അത് ബ്രിക്ക് അല്ലെങ്കിൽ സ്റ്റോൺ ഇത് രണ്ടും ബൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതേപോലെ ഇത് ഭയങ്കര സെറ്റായാൽ ഭയങ്കര ഹാർഡാണ്, സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കും. അതേപോലെ മോർട്ടാറിന്റെ പിന്നെ ഇത് മേസൺറി വർക്കിനും പ്ലാസ്റ്ററിങ്ങിനാണ് പോയിന്റിങ് ഇതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. കോമ്പോസിഷൻ ഓഫ് മോർട്ടാർ എന്ന് പറഞ്ഞാൽ 3 പാർട്സ്. പാർട്ട് സാൻഡിന്, ഒരു പാർട്ട് സിമെന്റ്, 3/4 പാർട്ട് വാട്ടറാണ് ഉപയോഗിക്കുക. അതേപോലെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ബൈൻഡ് ചെയ്യുക. അതേപോലെ ഇതൊക്കെ ചേർന്നൊരു ഹോമോജിനസ് മാസ്സായിട്ട് കാണിക്കുക എന്നാണ്. അതേപോലെ ടൈപ്പ് അനുസരിച്ച് മോട്ടാർ വേരി ചെയ്യുന്നുണ്ട്. അതായത് ഹെവി മോട്ടാറും ലൈറ്റ് വെയിറ്റ് മോട്ടാർ, അങ്ങനെ രണ്ടും മോട്ടാറുണ്ട്. ഹെവി മോട്ടാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി 15 kN/m³ ക്യൂബിലധികമാവുന്നതാണ്. അതിൽ പിന്നെ ക്വാർട്ടേഴ്സ് ആണ് അഡൾട്ടറൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. അതേപോലെ ലൈറ്റ് വെയിറ്റ് മോട്ടാർ പറഞ്ഞാൽ 15 kN/m³ കുറവില്ലാണ്. അതിൽ സോഫ്റ്റ് സാൻഡ്, പോറസ് സാൻഡ് ഒക്കെയാണ് അഡൾട്ടറൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. അതേപോലെ സ്പെഷ്യൽ പർപ്പസ് ഓഫ് മോർട്ടാർ, അതിൻ്റെ പർപ്പസ് അനുസരിച്ച് മോർട്ടാർ മാറുന്നുണ്ട്. അത് ഫയർ റെസിസ്റ്റന്റ് മോർട്ടാറുണ്ട്, ലൈറ്റ് വെയിറ്റ് മോർട്ടാറുണ്ട്, പാക്കിംഗ് മോർട്ടാറുണ്ട്, സൗണ്ട് അബ്സോർബിങ്, എക്സ്റേ, കെമിക്കൽ തുടങ്ങിയ മോർട്ടാറുണ്ട്. ഇനി ഞങ്ങൾക്ക് കിട്ടിയ ടോപ്പിക്കാണ് സിമെന്റ് മോട്ടാർ. അപ്പോൾ സിമെന്റ് മോട്ടാർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോമോജിനസ് പേസ്റ്റ് ഓഫ് സിമെന്റ്, സാൻഡ്, വാട്ടർ. ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഉള്ളത്. അത് 3 മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടണ മോട്ടാറാണ് സിമെന്റ് മോട്ടാർ. ഇതിലേക്ക് വെള്ളം എന്ന് വെച്ചാൽ വെള്ളം ഗ്രാജുവലി ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ജനറൽ പ്രൊപ്പോർഷൻ ആയിട്ട് സിമെന്റ് 2 to 8 പാർട്സും ഒരു പാർട്ട് സിമെന്റിന് 2 to 8 പാർട്സ് ക്ലീൻ സാൻഡ് ആണ് വെക്കുക. അതിലേക്ക് വെള്ളം ഇങ്ങനെ ഗ്രാജുവലി ആഡ് ചെയ്ത് ഒരു ഷവല് വെച്ച് മിക്സ് ചെയ്തെടുക്കലാണ് പതിവ്. നമുക്ക് ഒരുപാട് വാട്ടറി ആവാനും പാടില്ല. അത് അതിന്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരുന്നാലേ ബൈൻഡ് ആവുള്ളൂ. പിന്നെ ഈ മോട്ടോഴ്സ്, ഇങ്ങനെ കൂട്ടിവെച്ച മോട്ടോഴ്സ് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അത് സെറ്റായി പോവും. ഒരു ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഉണ്ടാവും എല്ലാ മോട്ടോഴ്സിനും. സിമെന്റ് മോട്ടോറിന് അത് ഹാഫ് ആൻ അവർ ആണ്. അടുത്ത നെക്സ്റ്റ് ഈ സിമെന്റ് മോട്ടാർ സെറ്റ് ആയി കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് സ്ട്രക്ചർ ആണ് ഫോം ചെയ്യുക. അങ്ങനെയാണ് 2 ബ്രിക്കോ അല്ലാന്നുണ്ടെങ്കിൽ 2 സ്റ്റോൺസ് ഒക്കെ തമ്മിൽ ബൈൻഡ് ചെയ്യാൻ പറ്റണേ. അപ്പോൾ ഈ സിമെന്റ് മോട്ടാർ തൊട്ടടുത്തുള്ള ഏത് ബ്ലോക്കിനെയാണോ ബൈൻഡ് ചെയ്യേണ്ടത് അതിന്റെ പാർട്ടിക്കിൾസുമായിട്ട് ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്തിട്ടാണ് ബൈൻഡ് ചെയ്ത് പിടിച്ച് നിൽക്കുന്നത്. ഭയങ്കര അഡിസീവ് ക്വാളിറ്റി ആണ് ഇതിനുള്ളത്. അത്ര നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തത് യൂസസ് ഓഫ് സിമെന്റ് മോട്ടാർ ആണ് പറയണത്. അപ്പോൾ സിമെന്റ് മോട്ടാർ സ്റ്റോൺ, ബ്രിക്സ്, ബ്ലോക്സ് അങ്ങനത്തെ ഒക്കെ മേസണറി വർക്ക്സിൽ ബൈൻഡ് ചെയ്യാനും പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്യാനും പിന്നെ ഒരു ഫില്ലർ മെറ്റീരിയൽ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ടു ഫിൽ ക്രാക്സ് ആൻഡ് ജോയിൻസ് ഇൻ ദ വാൾ. ആൻഡ് ഇത് നമുക്കൊരു നല്ലൊരു ഫിനിഷിങ് വർക്ക് ആയിട്ട്, കോൺക്രീറ്റ് വർക്ക് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും സിമെന്റ് മോട്ടാർ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ്.
പിന്നെ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പം ഇതിനൊരു സിമൻ മോട്ടറിന് വൈഡ് അപ്ലിക്കേഷൻ ഉണ്ട്. ലൈക്ക് പ്ലാസ്റ്ററിംഗ്, റിപ്പയറിംഗ് ഡാമേജ് കോൺക്രീറ്റ്, പാച്ചിങ്, ഫില്ലിംഗ്, റെൻഡറിംഗ്, ഫ്ലോർ ലെവലിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പ്രീകാസ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റോൺ മോട്ടോർ ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഹൈ സ്ട്രെങ്ത്, ഹൈ റെസിസ്റ്റിവിറ്റി അഗെയിൻസ്റ്റ് ഹൈ അദ്വൈതയുടെ വോയിസ് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ഐ തിങ്ക് മൈക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. മൈക്ക് ഓഫ് ആണ് അദ്വൈതയുടെ. ഹലോ, ഇതിന്റെ മൈക്ക് ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എറർ ഉണ്ട്. അദ്വൈതയുടെ മൈക്ക് ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കും ഓൾട്ടർനേറ്റീവ് ആയിട്ട്. ഹലോ, ഇപ്പൊ ഓക്കെയാണ്. അഡ്വാൻറ്റേജസ് ഓഫ് സിമന്റ് മോട്ടർ എന്ന് പറയുമ്പോൾ ഹൈ സ്ട്രെങ്ത് ആയിരിക്കും, ഹൈ റെസിസ്റ്റിവിറ്റി അഗെയിൻസ്റ്റ് വാട്ടർ, ഹൈ തെർമൽ മാസ് ആൻഡ് ഇറ്റ് ഹാസ് ഹൈ ഡ്യൂറബിലിറ്റി ആൻഡ് ലാർജ് സ്ട്രക്ചേഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നോൺ കമ്പസ്റ്റബിൾ നേച്ചർ കാരണം ഫയർ സേഫ് ആയിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു വിൻഡ് ആൻഡ് വാട്ടർ. നെക്സ്റ്റ് ടോപ്പിക് ലൈം പ്ലാസ്റ്റർ ആണ്. ഇത് സിമെന്റ് മോട്ടാർ ഒക്കെ യൂസ് ചെയ്യണേക്കാൾ മുമ്പ് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ടൈപ്പ് ഓഫ് മോട്ടാർ ആൻഡ് പ്ലാസ്റ്റർ ആണ്. ഈ പേസ്റ്റ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്തെങ്ങനെയാന്ന് വെച്ചാല് ഈ ലൈം, പിന്നെ സാൻഡ്, സുർക്കി, അതിന്റെ സൂട്ടബിൾ സുർക്കി സാൻഡ് അല്ലെങ്കിൽ സുർക്കി, അത് ഒരു ഇഷ്ടമുള്ളത് മിക്സ് ചെയ്യാം. സുർക്കി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് ജാഗറി അങ്ങനെ എന്തോ ആണ്. ആൻഡ് അതൊരു സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻസിൽ ഇതുപോലെ തന്നെ ഗ്രാജുവൽ ആയിട്ട് വാട്ടർ ആഡ് ചെയ്ത് കിട്ടുന്ന ആ പേസ്റ്റിനെയാണ് ലൈം മോട്ടാർ അല്ലെങ്കിൽ അതിന്റെ ഫൈന് ഇതിനെയാണ് ലൈം പ്ലാസ്റ്റർ എന്ന് പറയാം. ഇപ്പൊ സുർക്കിയാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈക്വൽ പാർട്സ് ഓഫ് സാൻഡും സുർക്കിയും ലൈമിന്റെ കൂടെ മിക്സ് ചെയ്യേണ്ടി വരും. സുർക്കി ആഡ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ സാൻഡ് മാത്രം മിക്സ് ചെയ്താൽ മതിയാവും. ഇത് ഭയങ്കര സ്ട്രെങ്ത് ഒന്നും ഇല്ല, പക്ഷെ ഈ സിമെന്റ് മോട്ടാറിന്റെ അത്രയ്ക്ക് സ്ട്രെങ്ത് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ലൈം ആയതുകൊണ്ടും ഇത് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള, അതായത് വാട്ടറിന്റെ പ്രസൻസ് ഉള്ള സ്ഥലത്തൊന്നും യൂസ് ചെയ്യാൻ നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം ലൈം മോട്ടാർ ബേസിക്കലി ആയിട്ട് വർക്ക് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്, അതായത് എബോ എർത്ത് സർഫസിൽ ആണ് കൂടുതലും കാർബൺ ഡയോക്സൈഡ് വെച്ച് കാർബൺ ഡയോക്സൈഡിനോട് എന്താ പറയാ പ്രസൻസിൽ അത് കൂടുതൽ സ്ട്രെങ്ത് വരുള്ളൂ. പക്ഷെ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് ആ കോമ്പൗണ്ട് ബ്രേക്ക് ആവും എക്സ്പോസ്ഡ് പൊസിഷൻസിൽ മാത്രം. പിന്നെ പറയണത് എന്താന്ന് വെച്ചാല് ഈ ലൈം മോട്ടാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രീത്തബിൾ മോട്ടാർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഇപ്പൊ കുറെ കാലം കഴിയുമ്പോൾ ഇതിന്റെ ഇടയിൽ ക്രാക്സ് വീഴാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കുറെ മഴയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കൂടിയും ഈ സ്ട്രക്ചറിലേക്ക്, ഈ മോട്ടാറിന്റെ ഉള്ളിലേക്ക് ഈ വാട്ടറിന്റെ കമ്പോണൻസ് ഇറങ്ങിയിട്ട് ഈ ലൈമിലുള്ള കാൽഷ്യം ആയിട്ട് വേറെ കമ്പോണൻസ് കൂടി ബൈൻഡ് ചെയ്ത് എന്താ പറയാ ക്രാക്സ് വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ലൈം മോട്ടാർ ഏറ്റവും കൂടുതൽ വർക്ക് ആവുക ഇവാപറേഷൻ ഉള്ള മീൻസ് ലൈം മോട്ടാറിലത്തെ നമ്മൾ ആഡ് ചെയ്യണ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് എത്രത്തോളം ഇവാപറേറ്റ് ചെയ്ത് പോകണോ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും ആ ബോണ്ട്. നെക്സ്റ്റ്
അല്ല പിന്നെ യൂസസ്. ഓക്കെ, അപ്പൊ യൂസസ് ഓഫ് ലൈം മോർട്ടാർ എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ വർക്ക്സിൽ യൂസ് ചെയ്യും, മേസണറി വർക്ക്സിൽ യൂസ് ചെയ്യും. പിന്നെ ലൈം മോർട്ടാറിന് പകരമായിട്ടും അല്ല സിമന്റ് മോർട്ടാറിന് പകരമായിട്ട് ലൈം മോർട്ടാർ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ടു ബൈൻഡ് സ്റ്റോൺസ് ബ്രിക്സ് കോൺക്രീറ്റ് ബ്ലോക്സ് ടുഗദർ. നെക്സ്റ്റ് ഇത് പിന്നെ ലൈം മോർട്ടാർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് then advantages of lime plaster എന്ന് പറയുമ്പോൾ ഇത് ഹൈ പ്ലാസ്റ്റിസിറ്റി ആയിരിക്കും, സോ ഇറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ആൻഡ് ഇത് ഭയങ്കര ഡ്യൂറബിൾ ആയിരിക്കും ആൻഡ് റിലേറ്റീവ്ലി ഫ്ലെക്സിബിൾ. ഇറ്റ് ഈസ് പെർമിയബിൾ ആൻഡ് അലോസ് ഫോർ മോയ്സ്ചർ ഡിഫ്യൂഷൻ ആൻഡ് ഇവാപറേഷൻ. ആൻഡ് ഇതെന്ന് പറയുന്നത് ജിപ്സം പ്ലാസ്റ്ററിന്റെയും വാട്ടർ. ആൻഡ് plasters made of hydrated lime is less brittle and less prone to breakage, which does not require expansion joints. And the high pH of lime acts as a fungicide, preventing mold from growing in the lime plasters. Then disadvantages എന്ന് പറയുമ്പോൾ it is not hard as cement plaster, and when the plaster dries, the pH drops to 8.6. Non-hydraulic lime plaster requires moisture and prevent it from drying for several days. നെക്സ്റ്റ് ടോപ്പിക് ജിപ്സം പ്ലാസ്റ്റർ ആണ്. ജിപ്സം നമുക്ക് എല്ലാവർക്കും അറിയാം, CaSO4 2H2O ആണ് കെമിക്കൽ നെയിം. അതായത് കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രൈഡ് ആണ്. അത് ഭയങ്കര പ്ലാസ്റ്റിസിറ്റി ഉള്ള, അത് ഭയങ്കര വർക്കബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ ജിപ്സം പ്ലാസ്റ്ററിൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ജിപ്സം, വാട്ടർ ആൻഡ് സാൻഡ്. ഈ ജിപ്സം എന്ന് പറയുന്നത് ഭയങ്കര ഫൈൻ പൗഡേർഡ് ആയിട്ടുള്ള ഇതായിരിക്കും. അപ്പോൾ തന്നെ അതിൽ ആഡ് ചെയ്യേണ്ട സാൻഡ് പാർട്ടിക്കിൾസും ഭയങ്കര ഫൈനർ ആയിരിക്കണം. ഇത് എങ്ങനെ ഹാർഡൻ ആവാന്ന് വെച്ചാൽ, ഈ ജിപ്സം പ്ലാസ്റ്റർ ഹാർഡൻസ് വെൻ വാട്ടർ, അതിലുള്ള ഈ ലൈം പ്ലാസ്റ്റർ പോലെ തന്നെ അതിലുള്ള വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ജിപ്സം പ്ലാസ്റ്റർ ഹാർഡർ ആവാ. പിന്നെ പണ്ട് ഉള്ള ഈജിപ്ഷ്യൻ പിരമിഡ്സിലൊക്കെ ജിപ്സം പ്ലാസ്റ്റർ യൂസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ലൈം മോർട്ടാർ പോലെ തന്നെയാണ് ജിപ്സം ബ്ലാസ്റ്റേഴ്സിനും ഡാം കണ്ടീഷൻസിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കാറില്ല. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഒരു 18 MPa, അതായത് അത്രയും ഇതൊക്കെ താങ്ങാൻ ശേഷിയുള്ള സ്ട്രെങ്ത് ഉള്ളൂ. പിന്നെ കുറെ ഗ്രേഡ്സ് ഉണ്ട്, GS2, GS3, GS5 അങ്ങനത്തെ കുറെ ഗ്രേഡ്സ് ഉണ്ട്. അത് ഈ പാർട്ടിക്കിൾസ് എന്തോരം ഫൈനറും സ്മൂത്തും ആണെന്ന് അനുസരിച്ചിരിക്കും. ഏറ്റവും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ ജിപ്സം മോർട്ടാറിൽ യൂസ് ചെയ്യുന്നത് GS2 ആണ്. അത് ഭയങ്കര സ്മൂത്ത് സർഫസസ്. അപ്പോൾ സ്മൂത്ത് സർഫസസ് ആകുമ്പോൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഒക്കെ അതിനനുസരിച്ച് ക്വാളിറ്റി കിട്ടും. അത്രേ ഉള്ളൂ. യൂസസ് ഓഫ് ജിപ്സം പ്ലാസ്റ്റർ എന്ന് പറയുമ്പം സ്കൾപ്ചറിങ്ങിലും ഓർണമെന്റ് വർക്കിനും പിന്നെ സ്മോൾ റിപ്പയർ വർക്ക്സിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വാൾസ് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് മേസണറി ബ്രിക്സ്, ബ്ലോക്സ്, പിന്നെ ഫാബ്രിക്കേറ്റഡ് യൂണിറ്റ്സിൽ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പേയ്മെന്റ് ബ്രിക്സ്, ടൈൽസ്, ഫ്ലോറിങ് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്ലാസ്റ്റർ ബോർഡ്സ്, ഡെക്കറേറ്റിംഗ് പ്ലാസ്റ്റർ ഒക്കെ ആയിട്ട്. നെക്സ്റ്റ് ഇത് അതർ ഫീൽഡ്സിലുള്ള ജിപ്സം പ്ലാസ്റ്ററിന്റെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഫയർ പ്രൂഫിംഗ് മെറ്റീരിയൽ ഫോർ ഹോം ഇംപ്രൂവ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡ്രൈ വാൾ മെറ്റീരിയൽ ഫോർ റിനോവേഷൻ, ACG മെറ്റീരിയൽ ഫോർ ഇന്റീരിയർ റീമോഡലിംഗ് ആൻഡ് റിപ്പയർ മെറ്റീരിയൽ ഫോർ ഇന്റീരിയർ ഹോം ഇംപ്രൂവ്മെന്റ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഈസ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. ഇതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഫിനിഷിംഗ് ഒന്നും കൂടാതെ തന്നെ ബ്രിക്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ നോ ഷ്രിങ്കേജ് ക്രാക്സ് ആണ്, അതായത് ഇറ്റ് പ്രൊഡ്യൂസസ് ലെസ് ഹീറ്റ് ആസ് കമ്പയർഡ് ടു സിമന്റ് റിയാക്ഷൻ വിത്ത് വാട്ടർ. അതുകൊണ്ട് തന്നെ ഫ്യൂവർ ഷ്രിങ്കേജ് ക്രാക്സ് ഇൻ ജിപ്സം ആയിരിക്കും. ദെൻ ക്വിക്ക് സെറ്റിംഗ്,
ചില ജിപ്സം സെറ്റ് ആകും വിത്തിൻ 25 to 30 minutes. സോ പെയിന്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് 72 മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും. Then no curing time required. It doesn't need any curing, saving water and time during construction. Then high productivity. The conventional cement plaster compare high performance ആണ്. Excellent high strength after drying, durable and lightweight ആണ്. Then smooth finish, അതായത് പെർഫെക്റ്റ് റൈറ്റ് ആംഗിൾഡ് കോർണേഴ്സ്, സ്മൂത്ത് വാൾസ് അങ്ങനെയുള്ളതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. Then reduced supervision. It doesn't require same amount of quality checks for application. Then readily available material ആണ് gypsum എന്ന് പറയുന്നത്, raw material ആണ് gypsum എന്ന് പറയുന്നത്. And it is highly resistant to fire. Then low thermal conductivity ആയിരിക്കും. And decorative application എന്ന് പറയുമ്പോൾ it can be easily applied to decorative purposes. Also can be molded into different shapes. Then disadvantages. ഔട്ട്സൈഡ് വാൾസിലൊന്നും ഇതങ്ങനെ ജിപ്സം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ദ റിട്ടൈൻ ഡാംനെസ്. അതുകൊണ്ട് തന്നെ ബാത്റൂം അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ജിപ്സം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ്ലിയർ ദാൻ ട്രഡീഷണൽ സിമെന്റ് മോർട്ടാർ പ്ലാസ്റ്റർ. Okay, thank you, Veda and group one. അപ്പൊ ഈ ഗ്രൂപ്പിൽ എല്ലാരും പ്രസന്റ് ചെയ്തോ? ഇപ്പൊ അഭിജിത്ത് പ്രസന്റ് ചെയ്തോ? ഇല്ല സർ. അഭിജിത്ത് ഒഴികെ ബാക്കിലാരും ആരോൺ, അബേരി, ഷാജി, അഭിനവ്, അദ്വൈത അല്ലെ? അപ്പൊ അഭിജിത്ത് ഞാൻ പ്രസന്റ് ചെയ്തില്ല, ഞാൻ നോട്ട് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് ആ പ്രസന്റേഷൻ ഒന്ന് വെച്ചേ, ഒന്നുകൂടി പ്രസന്റേഷൻ വെച്ചേ. സോ നമ്മുടെ ഫസ്റ്റ് പ്രസന്റേഷൻ പ്ലാസ്റ്ററിനെ പറ്റിയായിരുന്നു. പ്ലാസ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പഠിച്ചു. ബേസിക്കലി അതൊരു കോൺക്രീറ്റോ അല്ലെങ്കിൽ സ്റ്റോൺ വർക്കോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു പോളിഷ്ഡ് സർഫസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലാസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സിമെന്റ് മോർട്ടാർ യൂസ് ചെയ്യുന്നത് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. ബ്രിക്സ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ലൈക്ക് കല്ലിന്റെ കെട്ടുകൾ ലൈക്ക് റബിൾ മേസൺറി ചെയ്യുവാണെങ്കിൽ ബിറ്റ്വീൻ ദ സ്റ്റോൺസ് ആ ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ സിമെന്റ് മോർട്ടാർ യൂസ് ചെയ്യുന്നത്. സിമെന്റ് മോർട്ടാർ ഇസ് ബേസിക്കലി ബൈൻഡിങ് ഏജന്റ്. ഇനി പ്ലാസ്റ്റർ എന്ന് പറയുമ്പോൾ ബേസിക്കലി കവറിങ് ഏജന്റ്. ബ്രിക്കിന്റെ എക്സ്റ്റീരിയർ കവർ ചെയ്യുക, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത സർഫസ് കവർ ചെയ്തിട്ട് പോളിഷ് ചെയ്യുക, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ആണ് പ്ലാസ്റ്റർ ചെയ്യുന്നത്. നിങ്ങൾ പ്രസന്റേഷൻ ഓൺ ചെയ്ത് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ എനിക്ക് ചില ക്വയറീസ് ഉണ്ട്, അതൊന്ന് അഡ്രസ് ചെയ്യണം. ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഞാനത് റോൾ നമ്പർ വൈസ് വിളിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അത് ക്ലാസ്സിനോട് മൊത്തം ആയിട്ട് പറയുക. നിങ്ങൾ ഈ ഒരു PPT നമ്മൾ ഒരു പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആരോൺ, നമ്മള് ഇതിൽ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ ടൈപ്പ് മോട്ടാർസ് ഉണ്ട്, ആ മോട്ടാർസ് തമ്മിൽ ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയാം. അറിയാവുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എന്താണ് മോട്ടാർ എന്ന് പറയാം. ദെൻ 3 ടൈപ്പ് മോട്ടാർ എന്തൊക്കെയാണ്, അതിന്റെ റിലേറ്റീവ് ഡിഫറൻസ് എന്താണെന്ന് പറയാം. മോട്ടോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബ്ലോക്സ്, ഇപ്പോ അതായത് സ്റ്റോൺ ആവാം അല്ലെങ്കിൽ ബ്രിക്സ് ആവാം, അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യണ ബ്ലോക്സ് തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ഒരു ബൈൻഡിങ് ഏജന്റിനെ പറയുന്നതാണ് മോർട്ടാർ എന്ന്. അപ്പൊ അത് പല ടൈപ്പ് ഉണ്ട്. അത് എന്താ അത് ഇപ്പൊ ഞങ്ങള് മീൻസ് അതിന് ഓരോരുത്തരുടെ ഫങ്ഷൻ അനുസരിച്ചും, അതുപോലെ തന്നെ ഹെവി മോട്ടാർ, ലൈറ്റ് വെയിറ്റ് മോട്ടാർ, അങ്ങനെയൊക്കെ കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ പിന്നെ അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് അനുസരിച്ചും എന്താ പറയാ ഒരുപാട് മോട്ടാർസ് ഉണ്ട്. അപ്പം അതില് ഉള്ള മോട്ടാർസില് സ്പെസിഫിക് ആയിട്ടുള്ള ഇത് സിമെന്റ് മോട്ടാർ, അതുപോലെ തന്നെ ലൈം, പിന്നെ ജിപ്സം, ഈ 3 എണ്ണത്തിനെ പറ്റിയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്.
പിന്നെ മോട്ടാറിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഈക്വൽ പാർട്സ് ഓഫ് ഇപ്പോ സാൻഡും ഇപ്പൊ സിമെന്റ് മോട്ടാർ ആണെങ്കിൽ സിമെന്റ് അല്ലെങ്കിൽ ലൈം മോട്ടാർ ആണെങ്കിൽ ലൈം, ഈ കോൺസ്റ്റുവന്റ് എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ മെയിൻ മോട്ടാർ എന്തിന്റെ അനുസരിച്ച്, അതായത് ഇപ്പൊ ജിപ്സം ആണെങ്കിൽ ജിപ്സം, പിന്നെ ഉള്ള നെക്സ്റ്റ് കോൺസ്റ്റുവന്റ് വാട്ടർ ആണ്. അപ്പോ ഇപ്പൊ സിമെന്റ് മോട്ടാറിലാണെന്നുണ്ടെങ്കിൽ എന്താ ഈ മോട്ടാർ മെയിൻ കോൺസ്റ്റുവന്റ് സിമെന്റും സാൻഡും പിന്നെ വാട്ടർ ആയിരിക്കും. അപ്പോ ഒരു പാർട്ട് സിമെന്റിലേക്ക് ഒരു 2 to 8 parts ഓഫ് സാൻഡ്, അത് ആ പേസ്റ്റിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അനുസരിച്ച് കൺസിസ്റ്റൻസി, സോറി CONSISTENCY കൺസിസ്റ്റൻസി. ബേസിക്കലി അതൊരു നമ്മുടെ എന്താ പറയാ ഒരു ഫ്ലൂയിഡ് ആയിട്ട് മാറുന്ന രീതിയിലാണ് അത് പറയാ. ഓക്കെ, അത് ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈൻഡിങ് മെറ്റീരിയൽ വർക്ക് ആവില്ല. അതുപോലെ തന്നെ ഈ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ട്. ആ ടൈം ലിമിറ്റിനുള്ളിൽ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ നമുക്ക് ഈ മോട്ടാറിന്റെ ബൈൻഡിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നതാണ്. ഇപ്പൊ സിമെന്റ് മോട്ടാറിനാണെങ്കിൽ ആ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 1/2 hour 30 minutes ആണ്. അപ്പൊ അതിനുള്ളിൽ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് സെറ്റിംഗ് ടൈം എന്നുള്ളത് സിമെന്റ് മോട്ടാറിനുണ്ട്. നമ്മൾ അതിനുള്ളിൽ അത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ആ ലൈക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച സിമെന്റ് മോട്ടോർ സെറ്റ് ആയി പോകും. അതാണ് അവിടെ ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുവാണെങ്കിലും കോൺക്രീറ്റ് ബേസിക്കലി പ്രിപ്പയർ ചെയ്ത് അപ്പൊ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ, ജിപ്സം ഇല്ലാത്തൊരു സിമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ആഡിങ് വാട്ടർ ടു ദ സിമെന്റ് പ്ലസ് മെറ്റൽ പ്ലസ് സാൻഡ് അപ്പൊ തന്നെ സെറ്റ് ആവും. അപ്പൊ ഈ ജിപ്സം ശരിക്കും സിമെന്റിൽ ആഡ് ചെയ്യുന്നത് ഒരു അരമണിക്കൂറെങ്കിലും കോൺക്രീറ്റ് ആ ഒരു സ്റ്റേറ്റിൽ ഇരിക്കാനായിട്ടാണ്. അതേ ഇത് തന്നെ ഇവിടെയും വരും. ഇപ്പൊ സിമെന്റിൽ ജിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കുറച്ച് നേരത്തേക്ക് നമുക്ക് ആ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ആവാണ്ട് മോട്ടോർ ഇരിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞ് നമ്മളത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ സോൾഡിഫൈ ചെയ്യും. ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ സൈറ്റിലൊക്കെ കുറച്ചീശെ എടുത്ത് മിക്സ് ചെയ്യണേ. അല്ലാന്നുണ്ടെങ്കിൽ ആ മിക്സ് ചെയ്ത് വെച്ച ആ പോർഷൻ അവിടെ നിന്ന് സെറ്റ് ആവും. നമുക്കത് ഒരു മോട്ടാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് മോട്ടാർ എന്ന് പറയുന്നതാണ് ലൈം മോട്ടാർ. അതില് മെയിൻ ആയിട്ട് വരുന്നത് ലൈമും സാൻഡും ഇത് സുർക്കയാണ്. സാൻഡ് ഓർ സുർക്ക. അപ്പൊ ബേസിക്കലി സിമെന്റ് മോട്ടാറിൽ ഇപ്പൊ എല്ലാ മോട്ടാറിലും മെയിൻ കമ്പോണൻസ് ആണ് വാട്ടറും സാൻഡും. അതില് ബൈൻഡിങ് ഏജന്റ്, അതായത് ഈ സിമെന്റ് മോട്ടാറിലുള്ള ബൈൻഡിങ് ഏജന്റ് സിമെന്റ് ആണെങ്കിൽ സിമെന്റ് മോട്ടാർ എന്നും, അടുത്ത മോട്ടാർ ലൈക്ക് സുർക്കി അല്ലെങ്കിൽ ലൈം മോട്ടാറിൽ ലൈം ആയിരിക്കും ബേസിക്കലി ആ ഒരു എന്താ പറയാ സ്റ്റിക്നെസ്, ആ ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ട് വരിക. അങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോ ഈ ലൈം മോട്ടാറില് ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ലൈം ആയിരിക്കും ബൈൻഡിങ് ഏജന്റ്. അപ്പോ അതിലെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ലൈം, സാൻഡ്, വാട്ടർ, അങ്ങനെയാണ്. ഈ ലൈം വാട്ടർ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു മോട്ടാറാണ്. പിന്നെ അത് എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാല് ഈ ലൈമിലുള്ള മീൻസ് ഈ ലൈം മോട്ടാറിൽ നമ്മൾ ആഡ് ചെയ്യണ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഇത് സോളിഡിഫൈ ചെയ്യുക. അപ്പൊ മീൻസ് എത്രത്തോളം വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകണോ അത്രത്തോളം ഹാർഡൻ ആവും ഈ മോട്ടാർ. ഓൺ ദ കോൺട്രറി നമ്മളിപ്പോ അതൊരു ഡാം പൊസിഷൻ അല്ലെങ്കിൽ ഇപ്പോ റിവർ ഇപ്പൊ ബ്രിഡ്ജസിലൊക്കെയാണ് ലൈം മോട്ടാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈസിലി എന്താ പറയാ ക്രാക്സ് വന്ന് ഈ സിസ്റ്റം ഫെയിൽ ആവാൻ ഡെപ്തിലേക്ക് പോകണ്ട, ജസ്റ്റ് ഓവർവ്യൂ മാത്രം മതി ഡിഫറൻസ് എന്താണെന്നുള്ളത്. പിന്നെ അടുത്ത എന്താ ഉള്ളത്? ലൈം മോട്ടാർ ഉണ്ട്, ദെൻ വി ഹാവ് ജിപ്സം മോട്ടാർ. ജിപ്സം മോട്ടാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു കാൽഷ്യം സൾഫൈഡ് കോമ്പൗണ്ട് ആണ്. അത് കുറച്ചുകൂടെ ഫൈനർ ആണ് ഈ ലൈം മോട്ടാറിനേക്കാളും സിമെന്റ് മോട്ടാറിനേക്കാളും ഒക്കെ ഭയങ്കര ഫൈനർ ആണ്. കൂടുതലായും പ്ലാസ്റ്ററിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ മെയിൻ ബൈൻഡിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ജിപ്സം ആണ്. അതിലും ജിപ്സം, വാട്ടർ, സാൻഡ് ഇത് ഭയങ്കര ഫൈനർ ആയതുകൊണ്ട് സാൻഡും ഭയങ്കര ഫൈനർ ആവേണ്ടതുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ ഗ്രേഡ്സിൽ സ്റ്റാൻഡേർഡ് ഗ്രേഡ് എന്ന് പറയുന്നത് GS2, ജിപ്സം മോട്ടാറിന്റെ GS2 എന്ന് പറഞ്ഞ ഗ്രേഡ് ആണ് നമ്മൾ എന്താ പറയാ യൂസ് ചെയ്യാറ് കോമൺ ആയിട്ട്. അത്രയൊക്കെ ഉള്ളൂ സർ.
Yeah, okay, fine. So can I ask Aberi Shaji? Yes, sir. Aberi അല്ലേ? Yeah, ഞാൻ ചോദിക്കാം. അറിയാമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ I will help you. Difference between mortar, concrete and grout. അറിയാവുന്ന എന്താന്ന് പറഞ്ഞു? മോട്ടാർ പറഞ്ഞു നമ്മൾ, റൈറ്റ്? മോട്ടാർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് എന്തൊക്കെയാണ്? മോട്ടാർ എന്ന് പറയുമ്പോൾ സാൻഡും വാട്ടറും പിന്നെ ഒരു ബൈൻഡിങ് എലമെന്റും. അത് എന്ത് ബൈൻഡിങ് എലമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ജിപ്സം പ്ലാസ്റ്റർ ആണല്ലോ, ജിപ്സം മോട്ടാർ ഇല്ല, റൈറ്റ്? ഓൺലി പ്ലാസ്റ്റർ ഇസ് ദേർ. സോ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ മോട്ടാർ ആൻഡ് അല്ലെങ്കിൽ സിമന്റ് മോട്ടാർ ആൻഡ് സിമന്റ് കോൺക്രീറ്റ് എന്താ ഡിഫറൻസ് വരുന്നത്? സിമന്റ് മോട്ടാറും സിമന്റ് കോൺക്രീറ്റും ഡിഫറൻസ് എന്താ വരുന്നത്? രണ്ടും ഒന്നാണോ? അല്ല. എന്താ ഡിഫറൻസ് വരുന്നത്? പറഞ്ഞോളൂ. കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ വാട്ടറും സിമന്റും മോർട്ടാറും കൂടിയിട്ടുള്ള മിക്സ്ചർ അല്ലേ? അപ്പൊ ഹലോ, ഇത് ക്ലിയർ ആയില്ല പറഞ്ഞത്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. സർ കേൾക്കാണ്ടോ? എനിക്ക് കേൾക്കാം. കോൺക്രീറ്റിൽ എന്ന് പറയുമ്പം അഗ്രിഗേറ്റ് ആയിട്ട് കൊയാസ് അഗ്രിഗേറ്റ് ഉണ്ടാവില്ലേ? കോൺക്രീറ്റിൽ കൊയാസ് അഗ്രിഗേറ്റ് ഉണ്ടാവില്ലേ? നിങ്ങൾ കൊയാസ് എന്നാണ് പറയുന്നത്, ഞാനത് കോഴ്സ് എന്നാ പറയുന്നത്. എനിവൺ can add to this? കോഴ്സ് അഗ്രിഗേറ്റ് എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്, കൊയാസ് എന്നാണോ? ഓക്കെ ഫൈൻ. അപ്പോ മെറ്റൽ ഉണ്ടാവും, ബേസിക്കലി, റൈറ്റ്? മെറ്റൽ ഉണ്ടാവും കോൺക്രീറ്റിൽ. ഇൻ അഡീഷൻ ടു അതായത് സിമന്റ് മോട്ടാർ പ്ലസ് മെറ്റൽ ആണ് കോൺക്രീറ്റ്, റൈറ്റ്? ഓക്കെ. ഗ്രൗട്ട് എന്താണെന്നറിയോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഗ്രൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെന്റിന്റെയും വാട്ടറിന്റെയും മാത്രം മിക്സ് ആണ് ഗ്രൗട്ട്. അത് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് വെറുതെ ലൈക്ക് വെള്ളവും സിമെന്റും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് സോയില് വേണമെങ്കിൽ സോയിലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോയിൽ ഒന്നുകൂടി സ്ട്രെങ്തൻഡ് ആവും. അതേപോലെ എന്തെങ്കിലും കവറിങ്ങോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗ്രൗട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, can I call Abhinav? അഭിനവ് ഉണ്ടോ ഓൺലൈനില്? അഭിനവ്, നമ്മളിപ്പോ സിമന്റ് മോട്ടാറിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബൈൻഡിങ് ഏജന്റ് പറഞ്ഞു. വേറെ ക്ലാസിഫിക്കേഷൻ എന്താ വരുന്നത്? ഫയർ റെസിസ്റ്റന്റ് മോട്ടർ അങ്ങനെയാണോ? അല്ല, ഞാൻ അത് ചോദിക്കുന്നത്. എന്റെ ജനറൽ ഹെഡിങ് എന്താണ്? അതായത് ഏതെല്ലാം രീതിയിൽ നമുക്ക് മോട്ടോർ ക്ലാസിഫൈ ചെയ്യാം? വൺ ബേസ്ഡ് ഓൺ ബൈൻഡിങ് ഏജന്റ്. വേറെ എന്ത് മെത്തേഡ് ഉള്ളത്? പേര് മാത്രം പറഞ്ഞാൽ മതി. ഡെൻസിറ്റി വെച്ച്. ഡെൻസിറ്റി വെച്ചിട്ട് ലോ ഡെൻസിറ്റി അങ്ങനെയാണോ? ലോ ഡെൻസിറ്റി, മീഡിയം ഡെൻസിറ്റി, ഹൈ ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി വെച്ച് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ പർപ്പസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതൊന്ന് എക്സാമ്പിൾ എന്താ? രണ്ട് എക്സാമ്പിൾ പറഞ്ഞു പർപ്പസിന്റെ. ഇത് നേരത്തെ പറഞ്ഞ ഫയർ റെസിസ്റ്റന്റ് ഓക്കെ ഉണ്ട്, പിന്നെ ഡ്യൂറബിലിറ്റി ഉണ്ട്. ചില പറഞ്ഞു അതിലുണ്ട്. കെമിക്കൽ റെസിസ്റ്റന്റ് ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ കെമിക്കൽ റെസിസ്റ്റന്റ് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് മോട്ടോർ പറഞ്ഞു. അതൊരു ക്ലാസിഫിക്കേഷൻ തന്നെ. എക്സ്റേ ഷീൽഡിങ്, അതിപ്പോ ഏത് ആവശ്യത്തിനാണ് അല്ലെ, ഏത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതിന് ബന്ധപ്പെടുത്തി നമുക്ക് മോട്ടോർ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് പറഞ്ഞത് ഡെൻസിറ്റി, ഒന്ന് പറഞ്ഞത് പർപ്പസ് ബേസ്ഡ്, ഒന്ന് പറഞ്ഞത് ബൈൻഡിങ് ഏജന്റ് ബേസ്ഡ്. ഈ മൂന്ന് മാത്രമേ ഉള്ളൂ? അത്രയല്ലേ ഉള്ളൂ? ഓക്കെ. അദ്വൈത, ഈ പ്ലാസ്റ്ററും മോട്ടാറും ഡിഫറൻസ് എന്താണ്? പ്ലാസ്റ്റർ എന്ന് പറയുമ്പോ അപ്പൊ നിങ്ങളുടെ പ്രസന്റേഷനിൽ മോട്ടാറും പ്ലാസ്റ്ററും ഉണ്ടായിരുന്നു, റൈറ്റ്? അപ്പൊ രണ്ടും
എന്ത് ഡിഫറൻസ് ആണ് വരുന്നത് പ്ലാസ്റ്ററിനും മോട്ടാറിനും? മോട്ടർ എന്ന് പറയുമ്പോൾ അത് ഈ സ്റ്റോൺസിന്റെ ബ്രിക്സിന്റെ ഒക്കെ ഇടയ്ക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഓക്കെ, ഇടയിൽ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. ആയിരിക്കുന്ന ആണെന്ന് പറയാം ആണെങ്കിൽ. പ്ലാസ്റ്റർ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതില് അങ്ങനെ എവിടെ ഏത് പ്ലേസിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ മോട്ടാറിനും പ്ലാസ്റ്ററിനും? ആ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ബേസിക്കലി അത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണോ, എവിടെ യൂസ് ചെയ്തെന്നുള്ള ബേസിലാണോ പ്ലാസ്റ്ററും മോട്ടാറും ഡിഫറൻറ്റ് ആവുന്നത്? സോറി, ഞാൻ ഉദ്ദേശിച്ചത് പ്ലാസ്റ്റർ എന്ന് പറയുമ്പോൾ സ്മൂത്ത് സർഫസ് കിട്ടാനായിട്ട് ഔട്ട്സൈഡിൽ യൂസ് ചെയ്യുന്നതായിരിക്കും. മറ്റേത് പറയുമ്പോൾ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്റെ ചോദ്യം അങ്ങനെ തന്നെയാണ്. അതായത് നമുക്കൊരു പ്ലാസ്റ്റർ അല്ലെങ്കിൽ മോട്ടാർ ചെയ്യുമ്പോൾ ഒരു റേഷ്യോ ഉണ്ട്, റൈറ്റ്? സിമെന്റ് സോയിൽസ് റേഷ്യോ ഉണ്ട്. അപ്പൊ രണ്ട് ആപ്ലിക്കേഷനും ഒരേ റേഷ്യോ തന്നെയാണോ? അതറിയില്ല സർ. ആരാ എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരുമോ? എനിവൺ ഹു ഇസ് കോൺഫിഡന്റ്? ബേസിക്കലി നിങ്ങൾ പ്ലാസ്റ്ററിന്റെയും മോട്ടാറിന്റെ റേഷ്യോ നോക്കിയാൽ മതി. ഒന്ന് റിപ്പീറ്റ് ഒന്ന് ഓടിച്ചിട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. അതിന് റേഷ്യോ ഒന്ന് എടുത്തേ, പ്ലാസ്റ്ററിന്റെ റേഷ്യോയും അതേപോലെ മോട്ടാറിന്റെ റേഷ്യോയും. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഐ തിങ്ക് അദ്വൈത ക്യാൻ ആൻസർ. മോട്ടാറിന്റെ റേഷ്യോ നോക്കും. റേഷ്യോ ഉണ്ടല്ലോ? മുകളിലെ ഫിഗറിന്റെ അടുത്ത് തന്നെയുണ്ട്. മുകളിലെ ഫിഗറിൽ പോയാൽ മതി. ഒരു 3 പാർട്ട് സാൻഡിന് പറഞ്ഞോളൂ. ഈ ഫിഗർ കണ്ടില്ലേ? സാൻഡിന് ഒരു പാർട്ട് സിമെന്റും 3 പാർട്ട് 3/4 പാർട്ട് വാട്ടറും. താഴെ എഴുതിയിട്ടുണ്ട് ദ മിക്സ് മസ്റ്റ് നോട്ട് ബി ടു വെറ്റ്. ഒരുപാട് വെറ്റ് ആവാൻ പാടില്ല മോട്ടാറിന്റെ കേസ്. ഇനി പ്ലാസ്റ്ററിന്റെ കേസിലേക്ക് വന്നു, എവിടെ അതിന്റെ റേഷ്യോ ഉള്ളത്? ലൈം പ്ലാസ്റ്റർ അല്ല, സിമെന്റ് പ്ലാസ്റ്റർ എടുക്കണം. അത് ആദ്യമല്ല, ഇതിന് മുന്നേ തോന്നുന്നു. ലാസ്റ്റ്. അവിടെ റേഷ്യോ ഉണ്ടോ നോക്കി. അതൊന്ന് വായിച്ചേ. 1:1 part of cement to 2 to 8 parts clean sand. എത്ര വാട്ടറിന്റെ അളവ് ഇതിലില്ലേ? ഇല്ല, വാട്ടറിന്റെ അളവ് ഇതിലില്ല. ഓക്കെ, ബേസിക്കലി ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് സാൻഡ് ഉണ്ട്, സിമെന്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഇതില് സിമെന്റ് ബൈൻഡിങ് ഏജന്റ് ആണ്, അതില് തർക്കമില്ല. ദിസ് ഇസ് ബൈൻഡിങ് ഏജന്റ്. ബട്ട് സിമെന്റ് വിൽ ഓൾവേസ് പ്രൊവൈഡ് സ്ട്രെങ്ത് ഓൾസോ. അപ്പോ നമ്മള് മോട്ടാറായിട്ട് യൂസ് ചെയ്യുമ്പോൾ, അതായത് ബ്രിക്ക് മേസൺട്രിയിൽ ഇടയിൽ നമ്മൾ മോട്ടോർ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റോൺ മേസൺട്രിയുടെ ഇടയിൽ നമ്മൾ മോട്ടോർ യൂസ് ചെയ്യുമ്പോൾ, അവിടെ ശരിക്കും പറഞ്ഞാൽ മോട്ടാറിന് സ്ട്രെങ്ത് കൂടുതൽ വേണം. അപ്പൊ ആ കേസിൽ നമ്മൾ മിക്കവാറും സിമെന്റിന്റെ പ്രപ്പോർഷൻ കൂടുതലായിരിക്കും. ബിക്കോസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ട് സിമെന്റിന് 2 മുതൽ 8 വരെയാണ്. അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഓൾമോസ്റ്റ് സിമെന്റിന്റെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ സാൻഡിന്റെ പകുതി സിമെന്റ് വേണം. മുന്നത്തെ കേസിൽ 3 ചട്ടി അല്ലെങ്കിൽ 3 പാൻ സിമെന്റ്, 3 പാൻ സാൻഡിന് 1 പാൻ സിമെന്റ് മതിയായിരുന്നു. ബിക്കോസ് കുറച്ച് മതി, ബിക്കോസ് പ്ലാസ്റ്ററിങ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ സ്ട്രെങ്ത്തിന്റെ ആസ്പെക്ട് ഇല്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. മോട്ടാറും അതേപോലെ നമുക്ക് പ്ലാസ്റ്ററും ഉണ്ട്. പ്ലാസ്റ്റർ എപ്പോഴും കവറിങ് അല്ലെങ്കിൽ ഫിനിഷിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അത് അത്ര സ്ട്രെങ്ത് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സിമെന്റ് ജസ്റ്റ് ബൈൻഡിങ് ഹെൽപ്പ് ചെയ്യുന്ന അത്രയും ക്വാണ്ടിറ്റി മതി. ബട്ട് മോട്ടാറിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ലോഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. ബിക്കോസ് ക്രഷിംഗ് ഓഫ് ബ്രിക്സ് തമ്മിൽ ക്ലോസ് ആയിട്ട് നിൽക്കണം, ഒരു ലോഡ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റിന്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് അതിൽ കുറച്ചെങ്കിലും റേഷ്യോയുടെ വേരിയേഷൻ വരുന്നത്. 1:2 to 8 ആണ് സിമെന്റ് മോട്ടാറിന്, 1:3
then 3/4 of water ആണ് cement plaster ratio. Okay.